ഹലോ നമസ്കാരം. ഈ വീഡിയോയിൽ നോക്കുന്നത് ഡേറ്റാ സയൻസ് ഫണ്ടമെന്റൽസിലെ ഒരു ലാബ് എക്സസൈസ് ആണ്. സപ്പോസ് നമുക്കൊരു ഇയർ, മന്ത്, ഡേ ഇത് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 വാല്യൂസും കമ്പൈൻ ചെയ്ത് ഒരു ഡേറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു സെല്ലിൽ അത് ഡിസ്പ്ലേ ചെയ്യുക. ഇതാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള എക്സൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 കോളം തന്നിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ കുറച്ച് ഇയേഴ്സ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ മന്ത് ആണ് തന്നിരിക്കുന്നത്. മൂന്നാമത്തെ കോളത്തിൽ ഡേയ്സ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ കോളത്തിലാണ് നമുക്ക് ഡേറ്റ് കണ്ടുപിടിക്കേണ്ടത്. നാലാമത്തെ കോളത്തിലെ ആദ്യത്തെ സെല്ല് ഞാൻ എടുത്തു. ഇവിടെ ആദ്യ റോയിലുള്ള ഇയർ, അതായത് 2015 11-ാം മാസം 5-ാം തീയതി, ഈ 3 വിവരങ്ങളും ഈ 3 ഡേറ്റയും വെച്ചുകൊണ്ട് 5/11/2015 എന്ന് പറയുന്ന ഡേറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് എക്സൽ ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത്. ആദ്യമായിട്ട് ഏതൊരു എക്സൽ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഈക്വൽ സൈൻ തന്നെ കൊടുക്കുക. ശേഷം ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഡേറ്റ് ഫംഗ്ഷൻ കാണിക്കുന്നുണ്ട്. ഇനി ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഡേറ്റിന്റെ ആർഗ്യുമെന്റ്സ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതും ഇവിടെ ഓരോന്നോരോന്ന് കാണിക്കുന്നുണ്ട്. ആദ്യം കൊടുക്കേണ്ടത് ഇയർ ആണ്, പിന്നെ മന്ത്, പിന്നെ ഡേ. ആ ക്രമത്തിൽ വേണം കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഇയർ ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇയർ വരുന്ന ആദ്യത്തെ റോയിൽ ഇയർ വരുന്ന സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. അവിടെ ഇയർ വരുന്ന സെല്ല്, അതായത് 2015 A7 എന്ന് പറയുന്ന സെല്ലിലാണ്. അത് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കോമ കൊടുക്കുക. അടുത്ത മന്ത് ആണ് കൊടുക്കേണ്ടത്. മന്തും വരുന്ന സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. B7 അവിടെ വന്നു. കോമ കൊടുക്കുക. ഇനി ഡേ വരുന്ന സെല്ല് സെലക്ട് ചെയ്തു. ഇനി റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഒരു ഇയർ 2015 എന്ന് പറയുന്ന ഇയർ, 11 എന്ന് പറയുന്ന മന്ത്, 5 എന്ന് പറയുന്ന ഡേ, ഈ 3 വാല്യൂസും കമ്പൈൻ ചെയ്തുകൊണ്ട് 5/11/2015 എന്ന് പറയുന്ന ഡേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് താഴേക്കും കുറച്ച് ഇയേഴ്സും മന്തും ഡേയും ഒക്കെ ഉണ്ട്. അപ്പൊ അതാത് വാല്യൂസ് കമ്പൈൻ ചെയ്ത് കറസ്പോണ്ടിങ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സലില് ബാക്കി എല്ലാ ഫംഗ്ഷനും ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു സെല്ലിൽ അപ്ലൈ ചെയ്ത ഫോർമുല മറ്റ് സെല്ലുകളിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാം. അങ്ങനെ കോപ്പി ചെയ്യുന്നതിന് നമുക്കറിയാം, സെല്ലിന്റെ ബോട്ടം റൈറ്റ് കോർണറിലേക്ക് കർസർ കൊണ്ടുവരിക. ഒരു പ്ലസ് സൈൻ അവിടെ ഡിസ്പ്ലേ വരും. ഉടനെ തന്നെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. മറ്റ് സെല്ലുകളിലേക്കും ഫോർമുല കോപ്പിയായി ഡേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തേത് 23/5/2014, പിന്നീട് 14/7/2010, 19/8/2016, 17/6/2025. അപ്പോ ഇയർ, മന്ത്, ഡേ സെപ്പറേറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്നും ഡേറ്റ് 3 വാല്യൂസും കമ്പൈൻ ചെയ്ത് എങ്ങനെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.